ഒപ്പം നമ്മുടെ ക്യാപ്സ്യൂൾ പ്രൊജക്റ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഓരോ ചാപ്റ്ററും പഠിക്കാൻ 2 മണിക്കൂറുകൾ മാത്രം. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എപ്പോൾ പഠിച്ചു തുടങ്ങണം? ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എപ്പോൾ പഠിച്ചു തുടങ്ങണം. അതിനേക്കാൾ ഉപരി ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ള കാര്യം കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അതിനു മുന്നത്തെ വർഷത്തെ ടോപ്പേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഏതൊരു ടോപ്പറോടും എത്രത്തോളം നല്ല റാങ്ക് മേടിച്ച ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയിരുന്നത്, എത്ര കാലം പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടോപ്പേഴ്സും നീറ്റിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലും എയിംസിലടക്കം അഡ്മിഷൻ എടുത്ത ആളുകളോട് ചോദിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ അവസാനത്തെ 3-4 മാസം വളരെ ഇൻറ്റൻസീവായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നത്തെ ഒരു ലാസ്റ്റിലത്തെ 5-6 മാസത്തിൽ നമ്മൾ പ്രിപ്പറേഷൻ ഇൻറ്റൻസീവ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവസാനത്തെ 3-4 മാസത്തിലേക്ക് വളരെ ഇൻറ്റൻസീവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് 4-5 മാസം ഉണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ സിലബസും 1ാമത്തെ ചാപ്റ്റർ മുതൽ നമ്മുടെ 96ാമത്തെ ചാപ്റ്റർ വരെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അടിപൊളിയായി പഠിക്കാനുള്ള സമയമുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മുടെ നീറ്റ് 2022 നടക്കാനിരിക്കുന്നത് ജൂൺ ആദ്യ വാരത്തിലേക്കായിരിക്കും. ഏറ്റവും മിനിമം നടക്കുന്നത് ജൂൺ ആദ്യ വാരത്തിലായിരിക്കും. അങ്ങനെ നോക്കിയാൽ പോലും നമുക്ക് ഇന്നേക്ക് 6 മാസം നമ്മുടെ മുന്നിലുണ്ട്. അതർത്ഥം നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും എല്ലാ സാധനങ്ങളും പഠിച്ച് തീർക്കാൻ സഹായിക്കും. റെഗുലറായിട്ട് തന്നെ ലോങ് ടേമിലുള്ള വീഡിയോസ് തന്നെ വലിയ ക്ലാസ്സുകൾ തന്നെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. അതിനോടൊപ്പമാണ് ഡോപ്പ നമ്മുടെ ക്യാപ്സ്യൂൾ പ്രൊജക്റ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഓരോ ചാപ്റ്ററും പഠിക്കാൻ 2 മണിക്കൂറുകൾ മാത്രം. അതിൻ്റെ ലൈവ് സെഷൻസ്, അതിൻ്റെ എക്സാമുകൾ, അതിൻ്റെ മറ്റു കാര്യങ്ങൾ എല്ലാമായി മുന്നോട്ട് പോകുന്നത്. സോ ക്യാപ്സ്യൂൾ പോലെയുള്ള ക്ലാസ്സുകളിൽ അതുപോലെയുള്ള പ്ലാനുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഈ സാധനങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അതല്ല, നിങ്ങളൊരു റിപ്പീറ്റർ ആയിക്കോട്ടെ, നിങ്ങളുടെ കുറച്ച് ക്ലാസ്സുകൾ പെൻഡിങ് ആണ്, എല്ലാ ക്ലാസ്സുകളും കണ്ടു കഴിഞ്ഞിട്ടില്ല, അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ പോലും നിങ്ങളുടെ മുഴുവൻ നീളത്തിലുള്ള വീഡിയോ ക്ലാസ്സുകളും നോട്ടുകളും അടക്കം വളരെ വിശദമായി തന്നെ പഠിച്ചു പോകാൻ ഇനിയുള്ള 6 മാസം നിങ്ങൾക്ക് ധാരാളമാണ് എന്ന് പറയുകയാണ്. ആൻഡ് അതുകൊണ്ട് നിങ്ങളോടാണ് പറയാനുള്ളത്, ഇനിയും നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ ഊർജിതമായി നിങ്ങൾ നടത്തിയിട്ടില്ല, നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തേക്ക് തന്നെ തുടങ്ങുക. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, 4-5 മാസം ഇൻറ്റൻസീവായി കൃത്യമായി ഓരോ ദിവസവും ഒരു 10-12 മണിക്കൂർ പഠിക്കാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ 2022 നീറ്റ് നിങ്ങൾക്കുള്ളതാണ്. ആൻഡ് നിങ്ങൾക്ക് മാത്രമുള്ളതായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. ആഞ്ഞ് പഠിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയരങ്ങളിലെത്താൻ സാധിക്കും.